PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 133/2024 40 ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 2, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. 3, എനിക്ക് ശേഷം പ്രളയം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് 1ഉം 3ഉം. 2, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? 2, ഓപ്ഷൻ സി ആണ് മഹാരാജ കേരളവർമ്മ. 3, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. അത് ഡിലീഷനായ ക്വസ്റ്റ്യനാണ്. 4, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. 4, ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത് 1, 2, 3. 1, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. 2, ചമ്പാരൻ സത്യാഗ്രഹം. 3, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 5, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. 6, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? 6A ആണ് ഇൻസാറ്റ് 3DS. 7, ഓവർലാപ്പോടുകൂടി ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 7, ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ്. 8, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. 8, ഓപ്ഷൻ എ ആണ് കോണ്ടൂർ. 9, ദോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. 9, ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്ന്. 10, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. 10, ഓപ്ഷൻ സി ആണ് കൊൽക്കത്ത. 11, പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് ചിന്നാർ. 12, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. 12, ഓപ്ഷൻ ഡി ആണ് മനു ഭാക്കർ. 13, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 13, ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് 2 മാത്രം. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 14, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? 14ാമത്തത് ഡിലീഷനാണ് ക്വസ്റ്റ്യൻ. 15, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? 15, ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. 16, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആണ് വാണിജ്യ ബാങ്കുകൾ. 17, താഴെ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1, ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2, ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3, രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്. 4, ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. 17ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 2, 3. 18, പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 18, ഓപ്ഷൻ എ ആണ് 1ാം സ്ഥാനം. 19, 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 19, ഓപ്ഷൻ സി ആണ് അരവിന്ദ് പനഗരിയ. 20, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? 20, ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 312. 21, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 21, ഓപ്ഷൻ എ ആണ് 7ാമത്തെ പട്ടിക. 22, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 22, സി ആണ് വരുന്നത് 3 മാത്രം ശരി. 3, യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. 23, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷണറെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 23ൻ്റെ ആൻസർ വരുന്നത് ബി ആണ് 1, 2, 3 ശരിയാണ്. 1, 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 2, ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. 3, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. 24, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 24, ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം 1, 2,
4 ശരി. 1 1993 രൂപീകൃതമായി. 2 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. 4 കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. 25 താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിൽ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ശ്രീ നരേന്ദ്രമോദി. 26 ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശ്രീ കിഷോർ മക്വാന. 27 കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. 27 ബി ആണ് പത്മ രാമചന്ദ്രൻ. 28 ഇന്ത്യൻ ഭരണഘടനയിൽ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? 28 ഓപ്ഷൻ ഡി ആണ് കേരള ഗവൺമെൻറ്. 29 ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്തിന്? 29 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് തണ്ണീർത്തടങ്ങൾ. 30 വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? 30 ഓപ്ഷൻ സി ആണ് ഷബാനു കേസ്. 31 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 31 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2 സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. 3 പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. 4 വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 32 സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുന്നു എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? 32 ഓപ്ഷൻ എ ആണ് കാതോർത്ത് പദ്ധതി. 33 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് പി സതീദേവി. 34 മനുഷ്യ മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? 34 ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം ആണ് ശരിയല്ലാത്ത പ്രസ്താവന. 3 മെഡുല ഒബ്ലാങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. 4 ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ 2 ഓപ്ഷനും മാറിയാണ് ഇട്ടിരിക്കുന്നത്. 35 ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? 35 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 1ഉം 4ഉം ആണ്. 1 എ നിശാന്തത, ഡി റിക്കറ്റ്സ്. 36 ഹാൻഡ്സ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? 36 ഓപ്ഷൻ ബി ആണ് വൈറസ്. 2 മാത്രം. 37 പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതേത്? 37 ഓപ്ഷൻ ഡി ആണ് ഉയർന്ന രക്തസമ്മർദ്ദം. 38 ചുവടെ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? 38 ഓപ്ഷൻ എ ആണ് എലിപ്പനി, ഡിഫ്തീരിയ. 39 പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? 39 ഓപ്ഷൻ ബി ആണ് നയനാമൃതം പദ്ധതി. 40 ഏതു പാരാമീറ്റർ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? 40 ഓപ്ഷൻ ഡി ആണ് 2 മാത്രം വരൾച്ച.